ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് RRBJയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. അതായത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തവരുണ്ടാവും, ഇനി ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നവരുണ്ടാവും, ഇതെന്താണെന്ന് അറിയാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ അവർ എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊരു ചെറിയൊരു ഗൈഡൻസ് തരിക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് തന്നെ ഇതിനെ എടുത്തുകൊണ്ട് നിങ്ങളൊരു ഫോർമുല സെറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം തുടങ്ങുക. അപ്പോൾ ആ പഠനത്തിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള ഒരു വഴി മാത്രം തുറന്നു തരിക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോകാം. ആദ്യമായിട്ട് ജസ്റ്റ് ഈ വേക്കൻസിയെ പറ്റി ഒരു ബ്രീഫ് ഇൻട്രോ തരാം. മറ്റൊന്നുമല്ല, ഇതിനകത്ത് എത്ര വേക്കൻസികൾ ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ 7951 വേക്കൻസികളാണുള്ളത്. അത് എല്ലാ സ്ട്രീമിലും കൂടിയുള്ള വേക്കൻസിയാണ്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, റെയിൽവേ ഈ അടുത്തതായിട്ടിരുന്ന വേക്കൻസികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഈ വേക്കൻസികളൊക്കെ ഉയരുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. കാരണം വരാൻ പോകുന്ന അല്ലെങ്കിൽ വീട് റിപ്പോർട്ട് ചെയ്യുന്നതോടെ കൂടാറുണ്ട്. ഇപ്പോൾ ALPയിലൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും 7951 എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി വരെയൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ടാവും. ചിലപ്പോൾ 20,000 കടന്നു പോകാൻ വരെയുള്ള സാധ്യതയുണ്ട്. അത്രത്തോളം വേക്കൻസി ജനറേറ്റ് ചെയ്ത് വരാനുള്ള ഒരു സാധ്യത നമുക്കിതിന് കാണാം. തള്ളിക്കളയാനൊക്കത്തില്ല, സാധ്യതയാണ്. നിലവിൽ വന്നിരിക്കുന്നത് 7951 ആണ്. ഇതിൽ പ്രധാനമായിട്ടും 3 തരം തസ്തികകളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് പറഞ്ഞാൽ ആസ് യൂഷ്വൽ തന്നെ ജൂനിയർ എഞ്ചിനീയർ ആണ്. ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഈ ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലാണ്. പിന്നീട് വരുന്നത് ഡെപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന DMS എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇത് ഉത്തർപ്രദേശിലാണ് ഇതിൽ നോട്ടിഫിക്കേഷനിൽ കാണുന്നുള്ളൂ, വേറെ എങ്ങും കാണുന്നില്ല. മറ്റൊന്ന് പറഞ്ഞാൽ കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് CMA ആണ്. ഇങ്ങനെ 3 ഡിഫറൻറ്റ് തസ്തികകളിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡിപ്ലോമയുള്ളവർക്കും 3 വർഷം ഡിപ്ലോമയുള്ളവർക്കും ഒപ്പം തന്നെ BTech ഉള്ളവർക്കും പിന്നെ CMA പോലുള്ള ചില തസ്തികകൾക്കും ഡെപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് പോലുള്ള തസ്തികകൾക്കും BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടിന് മാത്രം കെമിക്കൽ മെറ്റലർജിയിൽ സ്പെഷ്യലൈസ് ചെയ്തൊരു ഡിഗ്രി വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ തസ്തിക ഒഴികെ CMA എന്ന് പറയുന്നൊരു തസ്തികയ്ക്ക് തീർച്ചയായിട്ടും എന്ത് മതി, ഒരു BSc ഫിസിക്സ് കെമിസ്ട്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാമെന്നതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാരണം ഈ പരീക്ഷയുടെ ഏതാണ്ട് 80% ഏറെക്കുറെ സെയിം പാറ്റേണിൽ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് നോക്കേണ്ടി വരുന്നു. ഇനിയും ഇതിൻ്റെ ഏജ് ലിമിറ്റ് കൂടി പറഞ്ഞേക്കാം. ഏജ് ലിമിറ്റ് വന്നിട്ട് 18 മുതൽ 36 വയസ്സ് വരെയാണ്. എപ്പോഴും പറയുന്ന പോലെ SC ST OBC വിഭാഗങ്ങൾക്ക് എന്തുണ്ടാവും, ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ കൂടി ഉണ്ടാവും. 3 വർഷം 5 വർഷം എന്നിങ്ങനെ രീതിയിൽ ഏജ് റിലാക്സേഷൻ കൂടി ഇതിനുണ്ടാവും. ഇനിയും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇടാനുള്ള അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാസം 29-ാം തീയതിയാണ്. 29-ാം തീയതി ഓഗസ്റ്റ് 2024 ആണ്. 2024 ഇതിൻ്റെ ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിയുന്നത്. അപ്പോൾ അതുവരെ ഒന്ന് കാത്തിരിക്കരുത്, അവസാനത്തെ ആഴ്ച വരെ ഒന്ന് കാത്തിരിക്കേണ്ടി വരുന്നത്. ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് റഷൊക്കെ വന്നു കഴിഞ്ഞാൽ സൈറ്റ് ഡൗൺ ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇടുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ടത് സെലക്ഷൻ പ്രോസസ്സാണ്. ഇതിലെ സെലക്ഷൻ പ്രോസസ്സാണ് ഇനിയാണ് നമ്മുടെ കണ്ടന്റിലേക്ക് വരുന്നത്. നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്ലാനിലേക്ക് വരികയാണ്. ഇനി മുതൽ നിങ്ങൾ ഒരു രീതിയിലും സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. സെലക്ഷൻ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെയാണ് നിങ്ങളെ ഈ റിക്രൂട്ട് ചെയ്യുന്നത്? അതായത് RRB എല്ലാ RRBകളും ആദ്യമായിട്ട് നടത്തുന്നത് CBT 1 ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ആണ്. രണ്ടാമത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ആണ്. അതായത് CBT 1 എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫിക്കേഷൻ എക്സാം ആണ്, അല്ലെങ്കിൽ നിങ്ങളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന എക്സാം ആണ്. ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുമ്പോൾ അതിലൊരു മാസീവായിട്ടൊരു ജനതയെ പുറത്താക്കാൻ വേണ്ടി നടത്തുന്ന ഒരു എലിമിനേഷൻ എക്സാം മാത്രമാണ്. ഇതിൻ്റെ മാർക്ക് ഒരിക്കലും എന്തിലേക്ക് വരുന്നില്ല, ഫൈനൽ റാങ്കിലേക്ക് വരുന്നില്ല എന്നൊരു ഓർമ്മ വേണം. രണ്ടാമത് CBT 2 ആണ്. CBT 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന മാർക്കും അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഈ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞ ശേഷമാണ് എന്ത് വരുന്നത്, ഫൈനൽ ഒരു റിസൾട്ട് വരുന്നത്. എപ്പോഴും ഓർത്തിരിക്കുക, CBT 2ലേക്ക് കടക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, CBT 1 പ്രിപ്പയർ ചെയ്തിരിക്കണം. ഒരു മാസീവ് എക്സാം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഡിഫറൻറ്റ് കട്ട് ഓഫ്സ് ആയിരിക്കും വരുന്നത്. മാത്രമല്ല ഇതിനകത്തെല്ലാം നോർമലൈസേഷൻ എന്ന് പറയുന്നൊരു ക്രൈറ്റീരിയ കൂടിയുണ്ട്. അപ്പോൾ കിട്ടിയ മാർക്ക് കൂടാനും കുറയുവാനുമുള്ള സാധ്യതകൾ ഇവിടെ കിടപ്പുണ്ടെന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പോൾ ആ ഒരു ബോധം വെച്ച് വേണം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ. ഇനിയും എല്ലാ വിഭാഗത്തിനും, ഞാനീ പറഞ്ഞ എല്ലാ വിഭാഗത്തിനും CBT 1 എക്സാം കോമൺ ആണ്. CBT എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ട്രീമുകൾക്കും കൃത്യമായിട്ട് എന്താണ്, കോമൺ ആയിട്ടുള്ള എക്സാം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് തസ്തികയ്ക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഏത് വിഭാഗത്തിൽ
അതായത് കമ്പ്യൂട്ടർ സയൻസ് ആണോ, ഇലക്ട്രോണിക്കൽ ആണോ, മെക്കാനിക്കൽ ആണോ, സിവിൽ ആണോ എന്നൊന്നും ഇവിടുത്തെ ഘടകമല്ല. എല്ലാവരും ഒരു പരീക്ഷ തന്നെയാണ് ഇവിടെ എഴുതുന്നത് എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും CBT 1 സിലബസിലേക്ക് പോകാം. നമ്മൾ CBT 1 പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സിലബസിന്റെ ഒരു ഔട്ടർ ലൈൻ മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അതിലുണ്ട്, നമ്മുടെ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്, അതായത് നോട്ടിഫിക്കേഷൻ തന്നെ അവൈലബിൾ ആണ്, അതെടുത്ത് നോക്കണം. ഇനിയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്. എല്ലാ പരീക്ഷകളിലും കാണുന്ന പോലെ തന്നെ മാത്തമാറ്റിക്സ് ആണ്. അതായത് നമ്മുടെ RRBയുടെ എല്ലാ എക്സാമുകളിലും എന്തുണ്ടാവും, കോമൺ ആയിട്ട് മാത്തമാറ്റിക്സ് ഉണ്ടാവും. ഇത് സ്പെഷ്യലിസ്റ്റ്, അതായത് ടെക്നിക്കൽ എക്സാം ആണെങ്കിലും ടെക്നിക്കൽ എക്സാമിനുള്ളതുപോലെ തന്നെ NTPCയിൽ കാണുന്ന പോലെ, അതായത് നോൺ ടെക്നിക്കലായിട്ട് നടത്തുന്ന പരീക്ഷകളിലും ഉള്ളതുപോലെ തന്നെ എന്തുണ്ട്, ഈ മാത്സ് എന്ന് പറയുന്നത് വളരെ പ്രിഡോമിനൻ്റ് ആയിട്ട് തന്നെ ഇതിൽ കാണുന്നു. ഏതാണ്ട് 30 മാർക്കിൻ്റെ എക്സാം തന്നെ ഇവിടെ അതിനുവേണ്ടി പ്യൂർലി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇതേ മാർക്ക് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു മേഖല സയൻസിനാണ്. സയൻസിന് ഈക്വൽ വെയിറ്റേജ് ആണ് ഇവിടെ കൊടുത്ത് കാണുന്നത്. ഇനിയും അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്, 25 മാർക്കിനാണ്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടുത്തെ ഈ 30 മാർക്കും 25 മാർക്കും പൂർണ്ണമായിട്ട് ക്രൂഷ്യൽ മാർക്കാണ്. കാരണം ഇതിൽ ഏതാണ്ട് 100% സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മേഖലകളിൽ സ്കോർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇനി അതിനുശേഷം നിങ്ങൾ വെയിറ്റേജ് കൊടുക്കേണ്ട മേഖല എന്ന് പറഞ്ഞാൽ ഈ 30 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സയൻസിനാണ്. ഈ 30 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സയൻസിലും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു 100% സ്കോറിങ്ങിന് വേണ്ടി ശ്രമിക്കരുത്. അത് നിങ്ങളുടെ മാർക്ക് കളയാനുള്ള സാധ്യതയുണ്ട്, നെഗറ്റിവിറ്റി ഉണ്ടാക്കും. ഇനിയുള്ളത് അവസാനമായിട്ടുള്ളത് ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ്സിൽ എല്ലാവരും പഠിക്കുന്ന, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ എല്ലാവരും നോക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ നോക്കി തന്നെ പോകേണ്ടി വരും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി പോകേണ്ടി വരും എന്ന് കരുതി വളരെ അൾട്രാ ലെജൻഡായിട്ടുള്ള റയർ ഫാക്റ്റുകളൊന്നും തിരക്കി പോകരുത്. കാരണം അങ്ങനെ റയർലി ഫാക്റ്റുകളൊക്കെ തിരക്കി പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളുടെ സമയം നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് യാതൊരുവിധ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. മാത്രമല്ല നിങ്ങൾക്ക് ആ വാല്യുബിൾ ആയിട്ടുള്ള ടൈം ഈ മാത്സ്, റീസണിങ്, സയൻസ് പോലുള്ള വിഷയങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെയിറ്റേജ് കൂടി നിങ്ങൾക്ക് അതിൽ നേടിയെടുക്കാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ജനറൽ അവയർനെസ് നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ ശരിയാക്കുന്നതൊക്കെ തന്നെ ബാക്കിയുള്ളവർ ശരിയാക്കും. ബാക്കിയുള്ളവർ തെറ്റിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അറ്റംപ്റ്റ് ചെയ്താൽ അത് തെറ്റുകയും നെഗറ്റീവ് വരികയും ചെയ്യും. കാരണം നെഗറ്റീവുള്ള പരീക്ഷയാണ്. അപ്പോൾ ആ ഒരു ബോധത്തിൽ വേണം നമ്മളിതിനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇനി CBT 2 ആണ്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടതുപോലെ ഒരു കോമൺ പ്ലാറ്റ്ഫോം മാത്രമല്ല, കോമൺ പ്ലാറ്റ്ഫോമിനൊപ്പം തന്നെ ഇവിടെ സ്പെഷ്യലിസ്റ്റ് ഗ്രൗണ്ട് കൂടി ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഏതാണ്ട് ആദ്യത്തെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന 15 മാർക്ക് എല്ലാവർക്കും തുല്യമായിട്ട് തന്നെ എഴുതേണ്ടതാണ്. ഇതിൽ എല്ലാ സ്ട്രീമുകാർക്കും എഴുതേണ്ടതാണ്. അതിനുശേഷം വരുന്നത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയുടെ 15 മാർക്ക്, അല്ലെങ്കിൽ 15 മാർക്ക് എന്ന് പറഞ്ഞാൽ 15 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 15 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ സ്ട്രീമുകാർക്കും വരുന്നതാണ്. ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ, അതും എല്ലാവർക്കും വരുന്നതാണ്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറഞ്ഞത് 10 മാർക്കിൻ്റെ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഭാഗത്ത് എല്ലാവരും എന്തായിട്ട് മാറുന്നു, ഇവിടെ നിങ്ങളെല്ലാവരും കോമൺ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും തുല്യരായിട്ട് തന്നെ ഇവിടെ മീറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയുണ്ട്, ടെക്നിക്കൽ എബിലിറ്റീസ് എന്ന് പറയുന്നത് ഏതാണ്ട് 100 മാർക്ക് ക്യാരി ഓവർ ചെയ്യുന്നത്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്നായിരിക്കും അതിലുണ്ടാവുന്നത്. ഇതിൻ്റെ സിലബസ് കൃത്യമായിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് പേജ് നമ്പർ 40 ശേഷമുള്ള താഴെയുള്ള ഭാഗങ്ങളിൽ സോണുകൾ കഴിഞ്ഞിട്ട് സോണുകളും അതിൻ്റെ ആ ഒരു പോസ്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് ഓരോ ടെക്നിക്കൽ മേഖലയ്ക്കുമുള്ള സിലബസ് കൃത്യമായിട്ട് അവർ ഓരോ 1 by 1 കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കരുത്. അതായത് പരീക്ഷയ്ക്ക് ശേഷം അല്ലെങ്കിൽ CBT 1 കഴിഞ്ഞിട്ട് ശേഷം പഠിക്കാം എന്ന് കരുതി മാറ്റി വെച്ചാൽ അത് നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയ വണ്ട ഡിസിഷൻ ആയിരിക്കും. കാരണം ഇതൊരു വളരെ വലിയ വൈഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം റാങ്ക് മേക്കിംഗ് പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ, അതായത് ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൂടി കവർ ചെയ്ത് വേണം നിങ്ങളുടെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. നിങ്ങളുടെ അക്കാഡമിക്സിന് കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടി ഈ ഒരു പാറ്റേണിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. CBT 1 ക്ലിയർ ചെയ്താൽ പോലും CBT 2 ക്ലിയർ ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥയാവും. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ക്ലിയർ ചെയ്തെങ്കിൽ CBT 1 ക്ലിയർ ചെയ്തിരിക്കണം. ക്ലിയർ ചെയ്താൽ ജോലി കൊണ്ട് മാത്രമേ പോകാവൂ. അല്ലെങ്കിൽ CBT 1 തന്നെ ഔട്ടായി പോകണം. അല്ലെങ്കിൽ അത്രയും സമയം വെറുതെ പോയി നമ്മുടെ ഒരു എഫേർട്സ് മുഴുവൻ വേസ്റ്റ് ആയി പോകും എന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ നമ്മൾ മുന്നിൽ കണ്ടു വേണം ഈ ഒരു 100 മാർക്സിനെ ഫോക്കസ് ചെയ്ത് വേണം. ഒപ്പം തന്നെ ബാക്കിയുള്ള ജനറൽ മേഖലയിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു നിങ്ങളുടെ മികവ് കൈവച്ച് വേണം പോകാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ എക്സാം കൈവിട്ട് പോകുമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഇനിയും നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തായാലും എന്ത് വേണം, ഒരു
പ്രിപ്പറേഷൻ ടൈം ടേബിൾ വേണം. ഈ ഒരു പഠനം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിൽ എന്താണ്, ഒരു കൺസിസ്റ്റൻസി വേണം. നമുക്ക് ഏതൊരു കാര്യം തുടങ്ങിയാലും കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എത്ര നേരം പഠിക്കുന്നോ എന്നുള്ളത് അത് എല്ലാ ദിവസവും, അതായത് പരീക്ഷ തീരുന്ന വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഒരു ദിവസം ഒരു ഫുൾ ഡേ പഠിക്കുകയും പിന്നീട് ഒരു 3 ദിവസം പഠിക്കാതിരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും ആ പഠനം നിങ്ങളെ എങ്ങും എത്തിക്കത്തില്ല. ഒരു ദിവസം 3 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ 3 മണിക്കൂർ എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാകത്തുള്ളൂ, റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ എന്നുള്ള ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഈ നിങ്ങളൊരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസുകളുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സിലബസ് ബേസ്ഡ് പ്രിപ്പറേഷൻ ആയിരിക്കണം നമ്മുടെ പഠനം. കൃത്യമായിട്ട് സിലബസ് വെച്ച് തന്നെ ആയിരിക്കണം പഠിക്കേണ്ടത്. അതായത് എല്ലാത്തിനും, അതായത് CBT 1 കൃത്യമായിട്ട് സിലബസ് ഉണ്ട്, CBT 2 കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട്. അപ്പോൾ ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ ഒരു ടൈം ടേബിൾ ചാർട്ട് ചെയ്ത് തന്നെ വേണം നിങ്ങളുടെ പഠനം മുമ്പോട്ട് പോകാൻ. മാത്രമല്ല അതിന് കൃത്യമായിട്ടൊരു ഇവാലുവേഷൻ ടേബിൾ കൂടി ഉണ്ടാവണം. നിങ്ങൾ ഓരോ ദിവസവും ഏതൊക്കെ കണ്ടന്റുകൾ എത്ര ശതമാനം തീർത്തു എന്നൊരു പഠനം ഉണ്ടായിരിക്കണം. അത് തീർത്തും ബാലൻസ്ഡ് ആയിരിക്കണം. ഈ സിലബസ് പൂർണ്ണമായിട്ടും ബാലൻസ്ഡ് ആയിരിക്കണം നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞാൽ സിലബസ് വെയിറ്റേജ് ആണ്. ഈ സിലബസ് വെയിറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് പ്രൈമറിലി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സിലബസ് കണ്ടിട്ട് സിലബസ് വെയിറ്റേജ് എടുക്കാൻ പറ്റത്തില്ല. ആ പോയിന്റിലേക്ക് വരാൻ അടുത്ത പോയിന്റിലേക്ക് പോകണം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ആണ്. ഇതൊരു സ്മാർട്ട് വർക്കിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഒരു സ്മാർട്ട് വർക്കിൻ്റെ സ്ട്രാറ്റജിയാണ് പറയുന്നത്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കഴിഞ്ഞ കുറേ അധികം വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെക്കുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഇവിടെ CBT 1 വേണ്ടി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നോക്കാം. RRBയുടെ നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കാം. JEE മാത്രം ആക്കണമെന്നില്ല, അവർ ചോദിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും ചോദ്യങ്ങൾ നോക്കാം. ഈ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഇവർ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ പിൻ ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പം അതിനായിരിക്കണം ആദ്യത്തെ സിലബസ് വെയിറ്റേജ് കൊടുക്കേണ്ടത്. അതിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കണം, അതിന് കൂടുതൽ എഫർട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ മാത്സിനും റീസണിങ്ങിനും ഒക്കെ ആ ഒരു മേഖലയിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കണം. മാത്രമല്ല ആ മേഖലയിലെ ചോദ്യങ്ങൾ ചെയ്യാനുള്ള സ്പീഡ് കൂട്ടിയെടുക്കണം. എന്നതിൻ്റെ അർത്ഥം ബാക്കി മേഖലകളെ നെഗ്ലക്ട് ചെയ്യണമെന്നല്ല, ബാക്കിയുള്ള മേഖലകൾക്ക് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവയെ പഠിച്ച് മാത്രം, അല്ലെങ്കിൽ ഈ റിവിഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് താത്ത് കൊടുക്കുക. കാരണം നമുക്ക് എപ്പോഴും സ്മാർട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി പറയുന്നൊരു കീ സ്ട്രാറ്റജിയാണ്. അപ്പം ആ ഒരു മെത്തേഡ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്തുക, സിലബസിനെ കൃത്യമായിട്ടൊരു വെയിറ്റേജ് ഉണ്ടാക്കുക. ആ വെയിറ്റേജിന് അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മൾ സിലബസ് ഓൾറെഡി ഒരു ഓർഡറിലായിരിക്കും നമുക്ക് RRB ആണെങ്കിലും SSC ആണെങ്കിലും ആ ഒരു ഏജൻസി തരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ റീഷഫിൾ ചെയ്തിട്ട് നമ്മുടെ ഓർഡർ ഈ ഇതിലാക്കിക്കൊണ്ട് കൂടുതൽ സമയം ഈ കണ്ടന്റുകൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, സിലബസ് വെയിറ്റേജ് കൊടുക്കുക. സിലബസ് വെയിറ്റേജ് കൊടുത്തിട്ട് അടുത്തായിട്ട് പറയുകയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം തന്നെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. ഇവിടെ ഈ സിലബസിന് ശേഷം നമ്മൾ ആദ്യം തുടങ്ങേണ്ട പരിപാടി ഇതാണ്. പൊസിഷൻ മാറിപ്പോയെന്നേ ഉള്ളൂ, നിങ്ങൾ ഓർത്തിരിക്കുക. സിലബസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഠനത്തിൻ്റെ, അതായത് ഈ സിലബസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിരന്തരം വർക്കൗട്ട് ചെയ്യുകയും ഇത് നോക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇനിയും ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് കോൺസ്റ്റന്റ് റിവിഷൻ ആൻഡ് റിവിഷൻ ടെസ്റ്റ്. ഈ കോൺസ്റ്റന്റ് റിവിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. ഇനി അതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഈ പഠിച്ചു പോകുമ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്തു പോകും. ഈ സ്കിപ്പ് ചെയ്ത ഭാഗങ്ങളെ ഫൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മേഖലയാണ് ഈ റിവിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ടെസ്റ്റുകൾ നടത്തുമ്പോൾ, നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ചില ഭാഗങ്ങളിൽ നിന്നുള്ള ചില ഏരിയയിലെ ചോദ്യങ്ങൾ വരും. അത് കാണുമ്പോൾ നമുക്കത് തെറ്റുന്നതിൽ നമ്മൾ റീകറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ആ കണ്ടന്റ് എടുത്ത് വായിക്കുന്നു. ഈ സാധനം നമ്മുടെ ഉള്ളിൽ ഫീഡ് ആവുന്നു. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ഈ ഒരു കണ്ടന്റ് നമ്മുടെ ഉള്ളിലേക്ക് മാറുകയും നമ്മളൊരു അറിയാത്ത ഒരു മിഷനായിട്ട് ഒരു പ്രിപ്പറേഷൻ മിഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് സക്സസ് സ്റ്റോറി നേടി അല്ലെങ്കിൽ സക്സസ് ഉണ്ടാക്കിയ എല്ലാവരുടെയും ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സീരീസ് ആണ്. അവസാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇതിനൊപ്പം തന്നെ ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ് ടെസ്റ്റ് സീരീസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറേ അല്ല, ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോമൺ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരിക്കും. ഇവരൊക്കെ എന്തുണ്ടാവും, ടെസ്റ്റ് നടത്തുന്നുണ്ടാവും. അപ്പോൾ ഈ ടെസ്റ്റ് കണ്ടന്റുകൾ ടെസ്റ്റ് സീരീസിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ടെസ്റ്റ് എവിടെയെങ്കിലും ബൈ ചെയ്ത് മേടിക്കുന്നെങ്കിൽ മേടിക്കുക. അപ്പം നോർത്തിലൊക്കെ ധാരാളം ഇതിൻ്റെ ബുക്ക്ലെറ്റുകൾ അവൈലബിൾ ആണ്. ഇത് മേടിച്ചിട്ട് ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ലെവൽ എവിടെ നിൽക്കുന്നു, അതായത്
അതായത് ഓരോ ക്വസ്റ്റ്യനും ഓരോ ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടായിരിക്കും. ഈ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്നു, മറ്റ് കുറച്ച് മോഡറേറ്റ് ലെവലിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല കൂടെ പറ്റുമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ അടക്കം ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ റാങ്ക് വെച്ച് നമുക്ക് അസസ് ചെയ്യാം നമ്മുടെ എവിടെയാണ് നിൽക്കുന്നത്. അത് ആദ്യം തന്നെ ചെയ്യണം. ഏതാണ്ടൊരു പ്രിപ്പറേഷൻ തുടങ്ങിയ മിഡ്പാത്തിൽ തന്നെയാണ്. കാരണം നമ്മൾ എത്രത്തോളം അഗ്രസീവായി പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് എത്താൻ പറ്റൂ എന്നൊരു ബോധം വരാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കണം. നമ്മളെ സെൽഫ് അസസ് ചെയ്യാനും സെൽഫ് വാല്യുവേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടെസ്റ്റ് സീരീസ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ടെസ്റ്റ് സീരീസ്. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ത്രൂ ഔട്ട് നിങ്ങൾ ചെയ്താൽ എഴുതി വെച്ചോളൂ, നിങ്ങൾ ഈ സർവീസിൽ കയറിയിരിക്കും. മനസ്സിലായില്ല? ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കും? ഈ ഒരു സർവീസിൽ കയറിയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞങ്ങൾ ഈ RRBJയുടെ കോഴ്സ് വളരെ വിദഗ്ധമായിട്ട് തന്നെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് തന്നെ ആ കോഴ്സ് നടക്കുന്നു. അപ്പോൾ നിങ്ങളോട് സ്റ്റഡി പ്ലാൻ പറയുകയുണ്ടായി. ആ സ്റ്റഡി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തൊക്കെ രീതിയിലാണ് കോഴ്സുകൾ കൊടുക്കുന്നത് എന്നുള്ളത് പറയാം. നമ്മുടെ ക്ലാസ് പ്രധാനമായിട്ട് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഈ റെക്കോർഡഡ് ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്ന സംശയമൊന്നും വേണ്ട, കൃത്യമായിട്ട് സിലബസ് ഇവാലുവേറ്റ് ചെയ്ത് സിലബസ് വെയിറ്റേജോട് കൂടി തന്നെയാണ് കണ്ടന്റ് കൊടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിനായിട്ടൊരു വിങ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പർപ്പസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് നമ്മളൊരു ലൈവായിട്ട് തന്നെ ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ് അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. അതായത് വളരെ സംഭവം ഇത്രയേ ഉള്ളൂ, കാലഘട്ടം മാറി. നമുക്ക് ഇന്ത്യയിൽ എവിടെ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് ഈ സംശയങ്ങൾ ദൂരീകരിക്കാനും പറ്റുന്നൊരു വെന്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ്. അപ്പം അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലൈവ് പ്ലസ് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. ആ കണ്ടന്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ലൈവായിട്ടുള്ള സെക്ഷൻ ഉണ്ടായിരിക്കും. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മോക്ക് ടെസ്റ്റും മോഡൽ ടെസ്റ്റും, മനസ്സിലായല്ലോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു ടെസ്റ്റ് സീരീസും മോക്ക് ടെസ്റ്റും. ഈ രണ്ട് കണ്ടന്റിന്റെ പ്രത്യേകത അറിയാമല്ലോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. അതിനുശേഷം ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നതിന്റെ ഇമ്പോർട്ടൻസും പറഞ്ഞു. ഇത് രണ്ടും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടുള്ള ഒരു ഒരു ടെസ്റ്റ് പാറ്റേൺ ആണ് നമ്മൾ പിന്തുടർന്നു പോരുന്നത്. ഇനിയും ഈ കോച്ചിങ്, ഈ ഫെസിലിറ്റി അതെപ്പോഴും പറയുന്നത് തന്നെയാണ്. നമ്മളിത് എന്തുവരെ തരും? നിങ്ങൾക്ക് എന്താണോ ഇതിൻ്റെ ടെസ്റ്റ് അതുവരെ നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഘടകം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഞാനിപ്പോൾ നിങ്ങളോട് ഇത് ആധികാരികമായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ സഹായിക്കുന്നത്. നമുക്ക് ഇവിടെ റാങ്ക് ജേതാക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ആ റാങ്ക് ജേതാക്കളായിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും നിങ്ങളെ എന്ത് ചെയ്യുന്നത്? നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നത്, മെൻറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. എന്ത് പറ്റും? ഞാൻ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ കൊണ്ട് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ എല്ലാവർക്കും കിട്ടും എന്നുള്ള വസ്തുതയാണ്. പക്ഷേ എപ്പോഴും മനുഷ്യരുണ്ടാകുന്ന ഒരു കോമൺ ഒരു ക്യാരക്ടറാണ് മടി. ഈ മടിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ഒരു എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തേഡിലാണ് നമ്മുടെ കോഴ്സുകൾ ജെയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഒരു സ്മാർട്ട് വർക്കിലൂടെ ഒരു സ്മാർട്ടായിട്ട് തന്നെ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിനെ പറ്റി അറിയുന്നതിനും നമുക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെങ്കിലും താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.